എൻ്റെ പേര് ജോമോൾ. ഞാൻ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് വരുന്നു. ഞാൻ ബികോം എംകോം പഠിച്ചത് സെൻറ് തോമസ് കോളേജ് തൃശ്ശൂരിൽ നിന്നാണ്. +2 പഠിച്ചപ്പോൾ തൊട്ട് ബാങ്ക് കോച്ചിങ്ങിനോട് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ബികോം കഴിഞ്ഞിട്ട് എടുക്കാമെന്നുള്ളൊരു രീതിക്കായിരുന്നു. ബികോം പഠിച്ചു കഴിഞ്ഞിട്ടും ഞാൻ അത്ര സീരിയസ് ആയിട്ട് എടുത്തില്ല. പിന്നെ എംകോമിന് പോയി. പിന്നെ എംകോം കഴിഞ്ഞപ്പോഴാണ് അമ്മ ICD കുറിച്ച് പറയുന്നത് ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ. അപ്പോൾ ജസ്റ്റ് ഞങ്ങൾ ജൂൺ 2023 ഇവിടെ വരുന്നത്. ജസ്റ്റ് ഇത്തിരി ടഫായിട്ട് തോന്നി. ഞാൻ മാത്സ് ഇത്തിരി ഇത് കുറവാണ്, പക്ഷേ ഇത്തിരി ടഫായിട്ട് തോന്നി. എന്നാലും ഇവിടുത്തെ സാറുമാരുടെ സഹായത്തോടെ എനിക്ക് നന്നായി ചെയ്യാൻ പറ്റി. ഫസ്റ്റത്തെ ഡിസംബർ വരെയുള്ള എക്സാംസ് ഒന്നും എനിക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റിയില്ല. ജസ്റ്റ് പ്രിലിംസിൻ്റെ അടുത്ത് വരും, 2-3 മാർക്കിന് പോവും. അങ്ങനെയായിരുന്നു. പിന്നെ ഞാൻ വീട്ടുകാർ പറഞ്ഞു വീട്ടിൽ പോന്നോളം പറഞ്ഞു. പക്ഷേ വീണ്ടും ഞാൻ നിർബന്ധിച്ച് ഞാൻ വീണ്ടും ഒരു കൊല്ലം കൂടി ഇവിടെ സ്റ്റേ ചെയ്തു. അപ്പോൾ എനിക്ക് ആ കൊല്ലം 2024 എല്ലാ പ്രിലിംസും കിട്ടി. മെയിൻസാണ് പിന്നെ 2-3 മാർക്കിന് പോയത്. അപ്പോൾ എനിക്ക് മനസ്സിലായി സ്ട്രാറ്റജി ഞാൻ മാറ്റണം. കൂടുതൽ പ്രിലിംസ് മാത്രം ഫോക്കസ് ചെയ്ത് ഞാൻ പഠിച്ചു. അതാണ് എനിക്കുണ്ടായ ഒരു ഫോൾട്ട്. പിന്നെ 2025 ഞാൻ 2024 ഞാൻ RRB PO ക്ലർക്കിൻ്റെ വെയിറ്റിംഗ് ലിസ്റ്റിലുണ്ടായിരുന്നു. പക്ഷെ അത് കട്ടായിപ്പോയി. 2025 എല്ലാ പ്രിലിംസും ഞാൻ പാസ്സായി. മെയിൻസ് ഇപ്പോൾ ഞാൻ കാനറ ബാങ്ക് മെയിൻസും SBI ക്ലർക്ക് മെയിൻസും പാസ്സായി. ഇപ്പോൾ SBI ക്ലർക്കിൽ കയറി. ഫസ്റ്റ് ഇവിടെ വന്നപ്പോൾ ജസ്റ്റ് പ്രിലിംസ് മാത്രം ഫോക്കസ് ചെയ്തിട്ട് ഞാൻ പഠിച്ചിരുന്നുള്ളൂ. ഇവിടുത്തെ സാറുമാരൊക്കെ പറയായിരുന്നു മെയിൻസിന് ഫോക്കസ് ചെയ്ത് പഠിക്കണം. പക്ഷേ എൻ്റെ ഫോൾട്ടായിരുന്നു, ഞങ്ങളുടെ ബാച്ചിൻ്റെ ഫോൾട്ടായിരുന്നു അത്. പ്രിലിംസ് മാത്രം ഫോക്കസ് ചെയ്ത് പഠിച്ചു. ഇനി ഇവിടെ വരാൻ ആഗ്രഹിക്കുന്നവരോട് ഞാൻ പറയാനുള്ളത്, ആദ്യം തൊട്ടേ പ്രിലിംസിൻ്റെ ഒരു ബേസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ മെയിൻസിന് നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുക. എക്സാം എന്നും ആയിക്കോട്ടെ, പക്ഷെ നമ്മൾ മെയിൻസ് ഫോക്കസ് ചെയ്ത് പഠിക്കുക. പ്രിലിംസ് നമുക്കൊരു വിധം ഫോക്കസായി കിട്ടും. പക്ഷേ മെയിൻസ് എന്ന് പറയുന്നത് നമ്മൾ ഇത്തിരി ഹാർഡ് വർക്കും കൂടി, ഇത്തിരിയും കൂടി ഒരു ലിറ്റിൽ എഫേർട്ടും കൂടി ഇത്തിരി എടുക്കണം. ഇവിടെ JK സാർ എന്നും പറയായിരുന്നു പത്രം വായിക്കണം, പർട്ടിക്കുലർലി ഹിന്ദു വായിക്കണം എന്ന് പറയായിരുന്നു. ഞങ്ങളെല്ലാവരും 3-4 പേര് കൂടിയിട്ട് എല്ലാ ദിവസവും ഹിന്ദു ന്യൂസ് പേപ്പർ വായിക്കുമായിരുന്നു. അതൊക്കെ നന്നായി ഹെൽപ്പ് ചെയ്തിട്ട് ഇംഗ്ലീഷ് വൊക്കാബുലറി ഇൻക്രീസ് ആക്കാനും ഇമ്പ്രൂവ് ആക്കാനും മറ്റേ GA ഇമ്പ്രൂവ് ആക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആഴ്ചയിൽ ഒരു ദിവസം സാറ് GAയുടെ ക്ലാസ് വയ്ക്കായിരുന്നു. ആ ഒരാഴ്ച നടന്ന ഫുള്ള് കറണ്ട് അഫയേഴ്സ് അതിൽ കവറപ്പ് ചെയ്യായിരുന്നു. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു പരിചയം ഉണ്ടാവുമായിരുന്നു കറണ്ട് അഫയേഴ്സിനെ കുറിച്ചിട്ട്. സാറ് നല്ലൊരു ക്ലാസ് ആയിരുന്നു അതിനെ പറ്റിയിട്ട്. പിന്നെ ഇവിടുത്തെ സാറുമാരോടാണ് മിസ്സിനോടും എനിക്ക് നന്ദി പറയാനുള്ളത്. ഷമീം സാറ്, രമേശ് സാറ്, അനുശ്രീ മിസ്സ്, JK സാറ്, RK സാറ്, ഇവരെല്ലാവരോടും ഞാൻ നന്ദി പറഞ്ഞു. പ്രത്യേകിച്ച് ദൈവത്തിനോടും അച്ഛനമ്മോടും എല്ലാവരോടും.